അള്ളാഹു ഇഷ്ടപ്പെട്ട ചില അടിമകളുണ്ട്. ആ അടിമകൾക്ക് അള്ളാഹു ചില ബഹുമതികളും ചില ആദരവുകളും കൊടുക്കാറുണ്ട്. അതിന്റെ പേരാണ് കറാമത്ത്. കറാമത്ത് ആർക്കാനുള്ളത്? വലി എന്ന് പറഞ്ഞാൽ ആരാണ് പ്രിയപ്പെട്ടവരെ? പരിശുദ്ധ ഖുർആൻ വിവരിക്കുന്നുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അലാ നിങ്ങൾ അറിയണേ, ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ലാ ഖൗഫുൻ അലൈഹിം അവർക്ക് ഭയപ്പാടില്ല കേട്ടോ, വലാ ഹും യഹ്സനൂൻ അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ അവരുടെ പ്രത്യേകത ഈമാനും തഖ്വയുമുള്ളവരാണ്. പച്ച പുതപ്പ് പുതച്ചുകൊണ്ട് പിച്ചുമ്പേയും വിളിച്ചു പറയുന്നവരൻ അല്ലാഹുവിന്റെ വലിയ, നിസ്കരിക്കാത്തവനല്ല അല്ലാഹുവിന്റെ വലിയ, മനസ്സിന്റെ സമനില നഷ്ടപ്പെട്ടു പോയവനല്ല അല്ലാഹുവിന്റെ വലിയ, ഭ്രാന്ത് പിടിച്ചു പോയവനല്ല അല്ലാഹുവിന്റെ വലിയ. ഇങ്ങനെ ദുനിയാവ് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞുകൊണ്ട് നടന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നവനല്ല അല്ലാഹുവിന്റെ വലിയ. ഇവർ അല്ലാഹുവിന്റെ വലിയല്ല പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കുക. സാധാരണഗതിയിൽ പറയാറുണ്ട്, സലഫികൾ അല്ലാഹുവിന്റെ വലിയനെ ഇകഴ്ത്തുന്നു, അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇകഴ്ത്തുന്നു എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളെ ഇകഴ്ത്തുന്നത്? കുളിക്കാത്തവനാണ് ഔലിയ, നനക്കാത്തവനാണ് ഔലിയ, നഖം വെട്ടാത്തവനാണ് വലിയ, മുടിമുറിക്കാത്തവനാണ് വലിയ, ജട പിടിച്ച് നടക്കുന്നവനാണ് വലിയ, നിസ്കരിക്കാത്തവനാണ് വലിയ, നോമ്പെടുക്കാത്തവനാണ് വലിയ, ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ അവിടെ ബില്ല് പോലും കൊടുക്കാത്തവനാണ് വലിയ, നിന്ന് മൂത്രമൊഴിക്കുന്നവനാണ് വലിയ, ഔറത്ത് മറക്കാത്തവനാണ് വലിയ, ഹറാമും ഹലാലും നോക്കാത്തവനാണ് വലിയ. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ആരാണ്? അള്ളാഹുവിന്റെ വലിയകളെ കുറിച്ച്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ കുറിച്ച് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് സലഫികളാണോ മുജാഹിദുകളാണോ? ഒരിക്കലുമല്ല. ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നത് ഈ വലിയകളുടെ ഔലിയാക്കളുടെ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്നവർ തന്നെയാണ്. എന്നാൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായി നിസ്കരിക്കുന്നവരാണ്, അവർ കൃത്യമായി നോമ്പെടുക്കുന്നവരാണ്, അവർ പാപങ്ങൾ സൂക്ഷിക്കുന്നവരാണ്, ഇസ്ലാം വരച്ചു വെച്ച ശറഇന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കുന്നവരാണ്, ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, ശിർക്കിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, ബിദ്അത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്. അവരാണ് അള്ളാഹുവിന്റെ വലിയ എന്ന് നാം മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ മാസത്തിൽ ഡിസംബർ 25 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ വലിയൊരു വലിയത്തിന്റെ ഓർമ്മ നമ്മുടെ മുന്നിലുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആ ബീവിയുടെ പേരിൽ ഒരു സൂറത്ത് തന്നെയുണ്ട്, സൂറത്ത് മറിയം. ആ ചരിത്രം മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ രീതിയിൽ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററാ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രിയപ്പെട്ടവരെ, ചില വ്യക്തികളെ അള്ളാഹു തിരഞ്ഞെടുക്കുക ഒറ്റക്കായിരിക്കും, ചില വ്യക്തികളെ അള്ളാഹു തിരഞ്ഞെടുക്കുക കുടുംബത്തോടെയായിരിക്കും. അങ്ങനെ കുടുംബത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട 2 വ്യക്തികളാണ്. ഒന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, 2 ഇമ്രാൻ എന്ന് പേര് പറയപ്പെട്ട മഹാനുഭവൻ. ഇന്നല്ലാഹ അസ്തഫാ ആദമ വ നൂഹാ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ മുഴുവൻ നന്നാക്കാൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞിട്ടില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തെ മുഴുവനും നന്നാക്കാൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞിട്ടില്ല. പടച്ച റബ്ബ് 2 പ്രവാചകന്മാരെയും തിരഞ്ഞെടുത്തത് വ്യക്തിപരമായിട്ടാണ്. എന്നാൽ തൊട്ടടുത്ത് പറയുകയാണ്, വആല ഇബ്രാഹീമ വആല ഇമ്രാൻ അലൽ ആലമീൻ. ഇബ്രാഹിമിന്റെയും ഇമ്രാന്റെയും കുടുംബത്തെ ഞാനിതാ കുടുംബത്തോടെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മൾ ചൊല്ലുന്നത് എന്താണ്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവാചകന് നീ നന്മ ചെയ്യണമേ, ഞങ്ങളുടെ പ്രവാചകന്റെ കുടുംബത്തിനും നീ നന്മ ചെയ്യണമേ. ഏതുപോലെ? കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹിം നബിക്ക് നന്മ ചെയ്തതുപോലെ, ഇബ്രാഹിം നബിക്ക് അനുഗ്രഹം ചെയ്തതുപോലെ, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് അനുഗ്രഹം ചെയ്തതുപോലെ ഞങ്ങളുടെ പ്രവാചകനും കുടുംബത്തിനും നീ അനുഗ്രഹം ചെയ്യണേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ
പ്രത്യേകത. ഒട്ടനവധി പ്രവാചകന്മാർക്ക് അല്ലാഹ് കൊടുത്തിട്ടില്ലാത്തൊരു വലിയ ഭാഗ്യം ഇബ്രാഹിം നബിക്ക് കൊടുത്തിട്ടുണ്ട്. കുടുംബത്തോടെയാണ് റബ്ബ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഇമ്രാന്റെ കുടുംബത്തിൽപ്പെട്ട ഇമ്രാന്റെ ഭാര്യത പ്രസവിക്കാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അവർ പറയുകയാണ്, റബ്ബിനദർത്തു, അല്ലാഹുവേ ഞാനിതാ നേർന്നിരിക്കുന്നു, മാഫി ബത്തുനി മുഹററ, എന്റെ വയറിന്റെ അകത്തുള്ള ഈ കുഞ്ഞിനെ ഞാനിതാ നേർന്നിരിക്കുകയാണ്. നിന്റെ മാർഗത്തിൽ ജോലി ചെയ്യാൻ, നിന്റെ മാർഗത്തിൽ സേവനമനുഷ്ഠിക്കാൻ, നിന്റെ ഭവനങ്ങളിൽ നിന്റെ പള്ളികളിൽ ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി ഞാനിതാ എന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ്. ഇമ്രാന്റെ ഭാര്യ ഹെന്നയുടെ നേർച്ചയാണ്. ഫതഖബ്ബൽ മിന്നി, അല്ലാഹുവേ നീ എന്നിൽ നിന്ന് സ്വീകരിച്ചാലും, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവരതാ പ്രസവിക്കുകയാണ്. പ്രസവിച്ചു നോക്കിയപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ആൺകുട്ടിയെയാണ്, എന്നാൽ പ്രസവിച്ചതോ പെൺകുട്ടിയെയാണ്. ഖുർആൻ എടുത്തു പറഞ്ഞ വലിയത്താണ് ഇമ്രാന്റെ ഭാര്യ എന്ന് പറയുന്നത്. എന്നിട്ടും അവർ ആഗ്രഹിച്ചതുപോലെ ആൺകുട്ടി അവർക്ക് കിട്ടിയില്ല. ഈ പറയുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനമനുഷ്ഠിക്കുന്നതിന് വേണ്ടി അവർ ആഗ്രഹിച്ചത് ആൺകുട്ടിയെയാണ്, അള്ളാഹ് കൊടുത്തത് പെൺകുട്ടിയെയാണ്, മറിയം ബീവിയെയാണ്. ഇന്നത്തെ കറാമത്ത് കഥകളിൽ നമുക്ക് കാണാൻ, പ്രിയപ്പെട്ടവരെ, ആൺകുട്ടിയായി പെൺകുട്ടിയായി ഗർഭപാത്രത്തിൽ ജന്മമെടുത്ത കുട്ടിയെ ആൺകുട്ടിയാക്കി മാറ്റുന്ന CM മടവൂരിന്റെ കറാമത്ത് കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ഇസ്ലാമിന് കഥ പരിചയമില്ല, ഇസ്ലാമിന് മാറ്റം പരിചയമില്ല, ഇസ്ലാമിന് ജെൻഡർ ചേഞ്ചിങ് പരിചയമില്ല. പ്രിയപ്പെട്ടവരെ, അതാ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുകയാണ്. ഫലമ്മാ വദഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വദഅതുഹാ ഉൻസാ, അല്ലാഹു എന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഞാനിതാ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ് റബ്ബേ. അല്ലാഹു പറയുന്നു, വല്ലാഹു അഅലമു ബിമാ വദഅത്, അവൾ പ്രസവിച്ചതിനെ കുറിച്ച് കൃത്യമായി അറിയുന്നവനാണല്ലാ. ഒരിക്കലും ആണും പെണ്ണും ഒരുപോലെയല്ല, ആണും പെണ്ണും ഒരിക്കലും സമമല്ല. എന്നിട്ട് അവരതാ പറയുകയാണ്, മറിയം ബീവിയുടെ ഉമ്മ പറയുകയാണ്, ഇന്നി സമ്മൈതുഹാ മറിയം വ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം, ഞാനിതാ എൻ്റെ മകൾക്ക് മറിയം എന്ന് പേരിടുന്നു റബ്ബേ. ഞാനിതാ ഒരു അപേക്ഷയും നിനക്ക് തരികയാണ്. ഞാനിതാ കേണ് പറയുകയാണ്, എൻ്റെ ഈ മകളെയും അവളുടെ സന്താന പരമ്പരകളെയും പിശാചിന്റെ ഷർറിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ. ആട്ടിയകറ്റപ്പെട്ട ഇബ്ലീസിന്റെ ഷർറിൽ നിന്ന് എൻ്റെ മകളെയും അവളുടെ സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കണേ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇന്ന് ഈ പരിപാടിയിലേക്ക് വന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയാനുള്ളൊരു വസിയത്ത് കൂടിയുണ്ട്. ഇന്ന് മുതൽ നിങ്ങളിൽ ആരെങ്കിലും പ്രസവിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നിങ്ങൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ, ആ കുട്ടിയെ പ്രസവിച്ച ഉടനെ നിങ്ങൾ പറയേണ്ട ഒരു വാക്കാണിത്, ഇന്നി ഉഈദുഹാ ബിക യാ റബ്ബന്റെ റബ്ബേ, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. പെൺകുട്ടിയാണെങ്കിൽ അല്ലാഹുവേ, ഇവളെ എൻ്റെ ഈ മകളെയും അവളുടെ സന്താന പരമ്പരകളെയും പിശാചിൽ നിന്ന് സംരക്ഷിക്കണേ. ആൺകുട്ടിയാണെങ്കിൽ ഇന്നി ഉഈദുഹു ബിക വദുർരിയതഹു മിനശ് ശൈത്വാനിർ റജീം, എൻ്റെ ഈ ആൺകുട്ടി, എൻ്റെ ഈ മകനെയും അവൻ്റെ സന്താന പരമ്പരകളെയും റബ്ബേ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് കാത്തുരക്ഷിക്കണേ എന്ന് നിങ്ങൾ ദുആ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഈ ദുആ അറബിയിൽ ഓർമ്മയില്ലെങ്കിൽ, നിങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കന്നഡ ഭാഷയിൽ, ബ്യാരി ഭാഷയിലോ ഏത് ഭാഷയാണോ നിങ്ങൾക്കറിയുക, ആ ഭാഷയിൽ റബ്ബിനോട് പറയണം, അല്ലാഹുവേ എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടിയെ, എൻ്റെ ഈ സന്താനത്തെ, അവൻ്റെ സന്താന പരമ്പരകളെയും ഖിയാമത്ത് നാൾ വരെ ഇവരെയുള്ള സന്താന പരമ്പരകളെ ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത്. ഇന്നെൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരോടും പെങ്ങന്മാരോടുമുള്ള വസിയത്താണ്. എന്നിട്ട് അല്ലാഹു അതിന്റെ ബാക്കി പറയുകയാണ്, ഫതഖബ്ബലഹാ റബ്ബുഹാ, അവളുടെ റബ്ബ് അത് സ്വീകരിക്കുകയാണ്. വല്ലാത്ത വചനങ്ങളാണ് അവിടെ നിന്ന് അങ്ങോട്ട്. ഫതഖബ്ബലഹാ റബ്ബുഹാ, അവളുടെ റബ്ബ് അത് സ്വീകരിക്കുകയാണ്. എങ്ങനെയുള്ള സ്വീകരണം? ബിഖബൂലിൻ ഹസൻ, ഏറ്റവും നല്ല ഒരു സ്വീകരണം റബ്ബദാ സ്വീകരിക്കുകയാണ്. ആ നേർച്ച സ്വീകരിക്കുകയാണ്, ആ ദുആ സ്വീകരിക്കുകയാണ്, ആ കുട്ടിയെ റബ്ബദാ സ്വീകരിക്കുകയാണ്. അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയെ റബ്ബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ഉണ്ടാവുക? വഅംബതഹാ നബാതൻ ഹസനാ,
ഏറ്റവും നല്ല രീതിയിൽ അതാ കുട്ടി അള്ളാഹു വളർത്തിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അള്ളാഹു ചെയ്തതെന്താണ്? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കയ്യിലേക്ക് അതാ മറിയം ബീവിയുടെ സംരക്ഷണം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. എത്ര നല്ല കരങ്ങൾ, എത്ര നല്ല കഫീൽ, എത്ര നല്ല രക്ഷിതാവ്. ഒരു പ്രവാചകന്റെ കയ്യിലേക്ക് മറിയം ബീവിയുടെ സംരക്ഷണ ചുമതല അള്ളാഹു വെച്ചു കൊടുക്കുകയാണ്. അത്തരത്തിലുള്ള തർബീയത്ത് കിട്ടുന്നതിന് വേണ്ടി മറിയം ബീവിയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ വകയിലുള്ള മൂത്താപ്പയാണ്. അദ്ദേഹം അതാ മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. വകഫലഹാ സക്കരിയ കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. മറിയം ബീവി വളരാൻ തുടങ്ങി. മറിയം ബീവിയുടെ ഉമ്മ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ നേർച്ച അർപ്പിച്ചതുപോലെ മിഹ്റാബിന്റെ അകത്ത് ഇബാദത്തിൽ കഴിഞ്ഞുകൂടി അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ട് റബ്ബിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മറിയം ബീവി അതാ വളരുകയാണ്. ഏറ്റവും നല്ല വളർച്ചയതാ മറിയം ബീവി വളരുകയാണ്. അങ്ങനെ ആ മറിയം ബീവിയിൽ പലതരത്തിലുള്ള കറാമത്തുകളും കാണാൻ തുടങ്ങുകയാണ്. പലതരത്തിലുള്ള അത്ഭുതങ്ങളും കാണാൻ തുടങ്ങുകയാണ്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് എന്താണ്? വജദ ഇൻദഹാ റിസ്ഖാ. ഒരുപാട് റിസ്ക് കാണുകയാണ്, ഭക്ഷണം കാണുകയാണ്. തണുത്ത കാലത്ത് മിഹ്റാബിലേക്ക് പോകുമ്പോൾ ചൂട് കാലത്ത് മാത്രം കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ അതാ മറിയം ബീവിയുടെ മുന്നിലുണ്ട്. ചൂട് കാലത്ത് മിഹ്റാബിലേക്ക് പോകുമ്പോൾ തണുപ്പ് കാലത്ത് മാത്രം കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ അതാ മറിയം ബീവിയുടെ മുന്നിലുണ്ട്. വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ. മോളെ, നിനക്ക് ഇതെങ്ങനെയാണ് കിട്ടുന്നത്? സക്കരിയ നബിയുടെ ചോദ്യമാണ്. സക്കരിയ നബി അല്ലാതെ മറ്റാരും ആ മിഹ്റാബിലേക്ക് വരാറില്ല, മറിയം ബീവിയെ കാണാൻ വരാറില്ല. അവരുടെ സംരക്ഷണ ചുമതല സക്കരിയ നബിക്ക് മാത്രമാണ്. അത്ഭുതത്തോടെ ആ രക്ഷിതാവ് ചോദിക്കുകയാണ്, ബാപ്പക്ക് പകരം നിൽക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, അന്നാ ലകി ഹാദാ, മോളെ നിനക്ക് എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട അത്ഭുതകരമായ കറാമത്ത് അവിടെ വെളിവാവുകയാണ്. മറിയം ബീവി പറയുകയാണ്, ഖാലത്ത് ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ്, അല്ലാഹുവിന്റെ അടുത്ത് നിന്നുള്ളതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു ഒരാൾക്ക് ഉപജീവനം നൽകാൻ ഉദ്ദേശിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നും തടസ്സമല്ല. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാപഞ്ചിക നിയമവും ബാധകമല്ല. എത്രയോ 3ാം ക്ലാസ് വരെ പഠിച്ച എഴുതാനും വായിക്കാനും അറിയാത്ത കോടീശ്വരന്മാരായ മനുഷ്യരുടെ കീഴിൽ വലിയ വലിയ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. എത്രയോ സംഭവങ്ങൾ, എത്രയോ ഉദാഹരണങ്ങൾ. അള്ളാഹു ഒരാൾക്ക് ഉപജീവനം നൽകാൻ തീരുമാനിച്ചാൽ റബ്ബിനൊരു കണക്കും ബാധകമല്ല, ഒരു നിയമവും ബാധകമല്ല, ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ബാധകമല്ല. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ കൃത്യമായി മറിയം ബീവിയുടെ കറാമത്ത് കാണുകയാണ്. അവിടെ വെച്ച് സക്കരിയ നബി ചെയ്തത് എന്താണ്? ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്. അവിടെ വെച്ച് സക്കരിയ നബി വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? മറിയം ബീവിയല്ല വിളിക്കുന്നത്, അള്ളാഹുവിനെയാണ് വിളിക്കുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്? റബ്ബി ഹബ്ലി ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, ഇതുപോലെ നല്ലൊരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. എന്തൊരു വല്ലാത്ത ചോദ്യമാണ്. മറിയം ബീവിയുടെ ഈ കറാമത്ത് കാണുമ്പോ, മറിയം ബീവിയുടെ അള്ളാഹുമായുള്ള ഈ അടുപ്പം കാണുമ്പോ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. കറാമത്തിന്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് കൈ ഉയർത്തുകയാണ്, കറാമത്തിന്റെ ഉറവിടത്തിലേക്ക് കൈ ഉയർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, റബ്ബേ, ഇതുപോലെ ഒരു സൽസന്താനത്തെ നീ എനിക്ക് നൽകണമേ, ഇതുപോലെ ഏറ്റവും നല്ലൊരു സന്താനത്തെ നീ എനിക്ക് നൽകണമേ. എന്താണ്ടായത്? അതിനുശേഷമുള്ളത് ഫനാദത്തുൽ മലായികതു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. സക്കരിയ നബി അതാ മിഹ്റാബിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മിഹ്റാബിൽ വെച്ച് ആ സമയത്ത് മലക്കുകൾ അതാ അദ്ദേഹത്തെ വിളിച്ചു പറയുകയാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? യുസല്ലി ഫിൽ മിഹ്റാബ് അന്നല്ലാഹ യുബശ്ശിറുക ബിയഹ്യാ മുസദ്ദിഖൻ ബികലിമത്തിൻ മിനല്ലാഹ് വസയ്യിദൻ വഹസൂറൻ വനബിയ്യൻ മിനസ് സ്വാലിഹീൻ.
മറിയം ബീവിയുടെ മിഹ്റാബിൽ വെച്ച് അങ്ങ് നടത്തിയ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥനയ്ക്കിതാ ഉത്തരം നൽകപ്പെടുകയാണ്. യഹ്യ എന്ന് പേരുള്ള ഒരു സന്താനത്തെ അങ്ങിതാ അള്ളാഹു ഇത് അങ്ങേക്ക് നൽകാൻ പോകുകയാണ്. അദ്ദേഹം നേതാവായിരിക്കും, അദ്ദേഹം ശൂരനായിരിക്കും, അദ്ദേഹം സദ്വൃത്തനായിരിക്കും, അദ്ദേഹം നബിയുമായിരിക്കും. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകുകയാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു തരുന്ന കറാമത്ത് കഥകളിലെ ഏറ്റവും വലിയ ഗുണപാഠം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിലേക്ക് തേടണമെന്നതാണ്. കറാമത്ത് ഔലിയാക്കളുടെ കൈവല്ല, അള്ളാഹു അവർക്ക് നൽകുന്നതാണ്, അവരിലൂടെ അള്ളാഹു വെളിവാക്കുന്നതാണ്. കറാമത്ത് ഔലിയാക്കളുടെ മാത്രം കഴിവല്ല, ഔലിയാക്കളുടെ കഴിവല്ല ഒരു തരത്തിലും. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ കഴിവല്ല, ആ പ്രവാചകന്മാരിലൂടെ അള്ളാഹു വെളിവാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, മറിയം ബീവിയുടെ ജീവിതത്തിൽ വീണ്ടും ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സന്ദർഭോചിതമായ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, മഹദി മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്, ഒരു മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഇമാൻ പോർട്ടറി എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം അങ്ങനെ വളരെ ഭക്തിയോടുകൂടി ക്രിസ്തുമതത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴുവൻ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, ഒരു വലിയ സംശയമുണ്ട്. ആ സംശയം എന്താണെന്നറിയുമോ? ജൂതന്മാരുടെ കാലഘട്ടത്തിലാണ് മറിയം ബീവി ഈസാ നബിയെ പ്രസവിക്കുന്നത്, യേശുവിനെ പ്രസവിക്കുന്നത്. ജൂതന്മാരുടെ അഭിപ്രായത്തിൽ മറിയം ബീവി വ്യഭിചാരിണിയാണ്. തോറയുടെ നിയമപ്രകാരം മറിയം ബീവിയെ എറിഞ്ഞുകൊല്ലേണ്ടതുണ്ട്, ഹജ്ജ് നടപ്പാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ജൂതന്മാരത് നടപ്പാക്കിയില്ല? ഇമാൻ പോർട്ടർ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ മനസ്സിലുള്ളൊരു ചോദ്യമായിരുന്നു, സംശയമായിരുന്നു. എന്തുകൊണ്ട് ജൂതന്മാർ മറിയം ബീവിയെ അന്ന് എറിഞ്ഞുകൊന്നില്ല എന്ന്? അവർ ഉറച്ചു വിശ്വസിച്ചിരുന്നു മറിയം ബീവി വ്യഭിചാരിണിയാണെന്ന്. എന്നിട്ടും അവർ എറിഞ്ഞുകൊന്നില്ല. എന്തുകൊണ്ട് എറിഞ്ഞുകൊന്നില്ല? ഈ ഒരു ചോദ്യം ഇമാൻ പോർട്ടറിന്റെ മനസ്സിൽ കാലങ്ങളോളം ഉണ്ടായിരുന്നു, ഒരുപാട് വർഷമുണ്ടായിരുന്നു. കയ്യിൽ കിട്ടുന്ന ഗ്രന്ഥങ്ങളിലെല്ലാം ഇതിന്റെ ഒരു മറുപടിയാണ് അവർ തിരഞ്ഞുകൊണ്ടിരുന്നത്, ആ മനുഷ്യൻ തിരഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഗ്രന്ഥത്തിലും മറുപടിയില്ല, ഒരു പുസ്തകത്തിലും മറുപടിയില്ല. അവസാനം ഇമാൻ പോർട്ടറിന്റെ കയ്യിലേക്ക് പരിശുദ്ധ ഖുർആൻ കിട്ടുകയാണ്. ആ ഖുർആൻ കിട്ടിയപ്പോ ആ ഖുർആൻ അദ്ദേഹം വായിക്കാൻ തുടങ്ങുകയാണ്, ഖുർആനിന്റെ അർത്ഥം വായിക്കാൻ തുടങ്ങുകയാണ്. എന്റെ ചോദ്യത്തിന്റെ ഈ സംശയത്തിന് ഈ ഖുർആനിലെങ്കിലും മറുപടി കാണുമോ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശിച്ചുകൊണ്ട് ആ മനുഷ്യനത് ഖുർആൻ വായിക്കാൻ തുടങ്ങുന്നു. സൂറത്തുൽ ഫാത്തിഹ വായിച്ചു കഴിഞ്ഞു, ബഖറ കഴിയുകയാണ്, ആല ഇമ്രാൻ കഴിയുകയാണ്, മാഇദയും അൻആമും അറാഫും അംഫാലും തൗബയും എല്ലാം കഴിഞ്ഞു. മറുപടി കിട്ടിയില്ല. അദ്ദേഹം വായന നിർത്തിയില്ല. മാസ്മരികമായ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെയുള്ള പ്രയാണം അദ്ദേഹം അങ്ങനെ തുടരുകയാണ്. അവസാനം അദ്ദേഹം സൂറത്തു മറിയമിലെത്തി. സൂറത്തുൽ മറിയം എന്ന പേരുള്ള ഒരു സൂറത്ത് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിലെന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടാകും, ഇതിലെന്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി ഉണ്ടാകുമെന്ന് ഇമാൻ പോർട്ടർ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പാരായണം തുടങ്ങുന്നു. കാഫ് ഹാ യാ ഐൻ സ്വാദ് ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا. സൂറത്ത് മറിയമിന്റെ വചനങ്ങൾ അങ്ങനെ പാരായണം ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഇങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ മറിയം ബീവിയുടെ അവരത്തെ ദൂരദിക്കുകളിലേക്ക് താമസം മാറ്റിയതും അവിടെ വെച്ച് ഗർഭധാരണമുണ്ടായതും അവിടെ വെച്ച് ഗർഭപ്രസവമുണ്ടായതും ആ പ്രസവത്തിന്റെ സമയത്ത് അവരനുഭവിച്ച വേദനയുമെല്ലാം ഇങ്ങനെ കഴിഞ്ഞ് ഉത്തരത്തിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ്. ജിജ്ഞാസയോട് അദ്ദേഹം അതാ സൂറത്ത് ഇങ്ങനെ വായിക്കുന്നു. അവസാനം ഫാതത് ബിഹി ഖൗമഹാ തഹ്മിലു, ഈ കുഞ്ഞിനെയും കൊണ്ട് മറിയം ബീവി സമൂഹത്തിലേക്ക് വരികയാണ്. എന്നിട്ട് മറിയം ബീവിയോട് അവർ പറയുകയാണ്, ലഖദ് ജിഇതി ശൈഅൻ ഫരിയാ യാ ഉഖ്ത ഹാറൂൻ മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയാ. ഹാറൂനിന്റെ സഹോദരി, നിന്റെ ബാപ്പ ഒരു ബടക്കായിരുന്നില്ല, നിന്റെ ഉമ്മ ഒരു വഴിപിഴച്ചവളുമായിരുന്നില്ല. എന്ത് വൃത്തികെട്ട ചെയ്താണ് നീ ചെയ്തത്? മറിയം ബീവി അതാ തന്റെ കുഞ്ഞിലേക്ക് ആംഗ്യം കാണിക്കുകയാണ്. അവർ സംസാരിച്ചില്ല, കുഞ്ഞിലേക്ക് ആംഗ്യം കാണിക്കുകയാണ്. ആ കുഞ്ഞിലേക്ക് ആംഗ്യം കാണിക്കുമ്പോൾ ജൂതറബിമാർ ചോദിക്കുകയാണ്, കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയാ. തൊട്ടിലിൽ കിടക്കുന്ന ഒന്നും അറിയാത്ത ചോര കുഞ്ഞിനോട് ഞങ്ങൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് ജൂതറബിമാർ ചോദിച്ചപ്പോ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് കുഞ്ഞു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിക്കുകയാണ്.
പ്രസവിച്ചിട്ടധികം നേരം പോലുമായിട്ടില്ല. അദ്ദേഹം അതാ സംസാരിക്കുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുൻതു ഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ടിൽ കിടന്ന് പറയുകയാണ്, ഖാല ഇന്നി അബ്ദുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് അവൻ ഗ്രന്ഥം നൽകിയിരിക്കുന്നു, ഇൻജീൽ നൽകിയിരിക്കുന്നു. വജഅലനി നബിയ്യാ, ഞാൻ പ്രവാചകനുമാണ്. ഇമാൻ പോട്ടർ ഖുർആൻ അടച്ചു വെച്ചു. ഉത്തരം കിട്ടി. ഇത്രയും കാലം, ഇത്രയും കൊല്ലം ഏതൊരു ചോദ്യത്തിന്റെ ഉത്തരമാണോ ഇമാൻ പോട്ടർ തേടിക്കൊണ്ടിരുന്നത്, ആ ചോദ്യത്തിന്റെ ഉത്തരമതാ സൂറത്ത് മറിയമിലൂടെ കിട്ടുകയാണ്. ഇമാൻ പോട്ടർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ഉച്ചരിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഇന്നും അദ്ദേഹം ദഅവത്തിന്റെ മാർഗത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ നമ്മുടെ സഹോദര സമുദായം ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ഒരു സംഗതി ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ വിശ്വാസം വേറെയാണ്, അവരുടെ വിശ്വാസം വേറെയാണ്. അവരുടെ വിശ്വാസത്തിൽ കയറി അവരുടെ വിശ്വാസത്തിൽ ഒരാളായി മാറാൻ നമുക്ക് അനുവാദമില്ല. മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത്, മതസൗഹാർദ്ദമല്ല. മതങ്ങൾ തമ്മിൽ ഒരിക്കലും സൗഹാർദ്ദം സാധ്യമല്ല. കാരണം മതങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും വ്യത്യസ്തമാണ്. മനുഷ്യരെ തമ്മിലാണ് സ്നേഹിക്കേണ്ടത്. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കേണ്ടത് മതം നോക്കിയിട്ടല്ല. രോഗിക്ക് സഹായം എത്തിക്കേണ്ടത്, മരുന്ന് കൊടുക്കേണ്ടത് മതം നോക്കിയിട്ടല്ല. വഴിയിൽ വീണ് കിടക്കുന്നവനെ ആശുപത്രിയിൽ എത്തിക്കേണ്ടത് മതം നോക്കിയിട്ടല്ല. ഗർഭിണിയായ ഒരു പെണ്ണിന് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കേണ്ടത് മതം നോക്കിയിട്ടല്ല. ഒരു മനുഷ്യൻ്റെ മരണം സംഭവിച്ചാൽ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതും മതം നോക്കിയിട്ടല്ല. ഇവിടെയൊക്കെ നമുക്ക് മനുഷ്യത്വമാണ് പരിഗണിക്കേണ്ടത്. എന്നാൽ മതനിഷ്ഠ കൃത്യമാകേണ്ടതുണ്ട്. അള്ളാഹുവിന് പുത്രനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാഘോഷത്തിന് ആശംസ അർപ്പിക്കാൻ ഏതായാലും മുസ്ലിമിനെ കൊണ്ട് പറ്റൂല, മുസ്ലിമിന് പറ്റുകയുമില്ല, അതൊരിക്കലും ചെയ്യാൻ പാടുള്ളതുമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഒരു കാരണവശാലും നാം ഒരു തരത്തിലും അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തൊരു വിഷയം തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിലൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല, അതൊരു വിട്ടുവീഴ്ചയുമില്ല. കാരണം അതിലൊരു വിട്ടുവീഴ്ച നമ്മുടെ മുൻകഴിഞ്ഞു പോയ ഒരു പ്രവാചകന്മാരും സ്വഹാബത്തും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. കറകളഞ്ഞ തൗഹീദിൻ്റെ, കറകളഞ്ഞ വഹദാനിയത്തിൻ്റെ വക്താക്കളായി ജീവിച്ചു മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയുടെ യഥാർത്ഥ വക്താക്കളും വാഹകരും പ്രചാരകരുമായി ജീവിച്ചു മരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ആദർശത്തിന് പുഴുക്കുത്തുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഉണ്ടാക്കല്ലേ റബ്ബേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.